ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPLന്റെ ട്രേഡ് വിൻഡോ ഇപ്പോൾ സജീവമാണെങ്കിലും ഫ്രാഞ്ചൈസികൾക്കിടയിൽ ഇതുവരെ താര കൈമാറ്റങ്ങളൊന്നും ഇനിയും നടന്നിട്ടില്ല. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിൻ്റെതുൾപ്പെടെ പല കളിക്കാരുടെയും പേരുകൾ ട്രേഡ് വിപണിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള കൈമാറ്റ ചർച്ചകളൊന്നും തന്നെ ഇനിയും വിജയകരമായി പൂർത്തിയായിട്ടില്ല. ഇതിനിടെ IPLലെ രണ്ട് പവർ ഹൗസുകൾ 5 തവണ വീതം ചാമ്പ്യന്മാരാവുകയും ചെയ്തിട്ടുള്ള മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ വലിയൊരു ട്രേഡിംഗ് നടക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യത ഉണ്ടെന്ന കാര്യത്തിൽ ഇനിയും ഉറപ്പായിട്ടില്ല. ലോകോത്തര താരങ്ങളുടെ വലിയൊരു നിര തന്നെയുള്ള രണ്ട് ഫ്രാഞ്ചൈസികളാണ് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും. മാത്രമല്ല ഏറ്റവും വലിയ ആരാധക വൃന്ദം ഉള്ള രണ്ടു ടീമുകൾ കൂടിയാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ട്രേഡ് ഡീൽ നടക്കുകയാണെങ്കിൽ അത് വേറെ ശ്രദ്ധിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുംബൈ ടീമാണ് ഒരു ഓഫറുമായി ഇപ്പോൾ CSKയെ സമീപിച്ചിട്ടുള്ളതെന്നാണ് ജയപ്രകാശ് MSD എന്ന പേരിലുള്ള എക്സിലെ ഒരു യൂസർ അവകാശപ്പെടുന്നത്. 5000-ഓളം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണിത്. അടുത്ത IPLന് മുൻപായി ഇന്ത്യൻ പേസർ ദീപക് ചഹറിനെ ചെന്നൈക്ക് വിൽക്കാൻ മുംബൈ നീക്കം തുടങ്ങിയെന്നാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത്. ചഹറിനെ നൽകി പകരം ചെന്നൈയിൽ നിന്നും യുവ ബാറ്റർ ആയുഷ് മാത്രയും അശ്വിനെയും സ്വന്തമാക്കാനാണ് മുംബൈയുടെ പ്ലാൻ. മുൻ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മയുടെ ആവശ്യപ്രകാരമാണ് ആയുഷ് മാത്രയെ റാഞ്ചാൻ മുംബൈ ശ്രമിക്കുന്നതെന്നും ഈ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. എന്നാൽ ഈ പോസ്റ്റ് വന്ന മണിക്കൂറുകൾക്ക് ശേഷം അശ്വിൻ IPLൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് വിദേശ ഫ്രാഞ്ചൈസികളിൽ നിന്നും ഭാവിയിൽ കളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അശ്വിൻ കളി നിർത്തിയതോടെ മുംബൈയും ചെന്നൈയും തമ്മിലുള്ള ട്രേഡ് ഡീൽ ഇനി നടക്കുമോ എന്ന കാര്യവും സംശയത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ IPLലെ കണ്ടെത്തലുകളിൽ ഒരാളായിരുന്നു മുംബൈയിൽ നിന്നുള്ള കൗമാര ബാറ്ററായ ആയുഷ് മാത്രെ. മുംബൈയുടെ ജൂനിയർ ടീമുകൾക്കായി തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള 17-കാരനെ പകരക്കാരനായാണ് CSK അവരുടെ കൂടാരത്തിൽ എത്തിച്ചത്. പരിക്കു കാരണം ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് സീസണിൽ പകുതിയോടെ പിന്മാറിയപ്പോൾ പകരം മാത്രയെ ചെന്നൈ കൂടാരത്തിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് ഓപ്പണിംഗിൽ അവസരം ലഭിച്ചപ്പോൾ അഗ്രസീവ് ബാറ്റിങ്ങിലൂടെ താരം കയ്യടി നേടുകയും ചെയ്തിരുന്നു. 7 മത്സരങ്ങളിലാണ് മാത്രയ്ക്കു കളിക്കാനുള്ള അവസരം ലഭിച്ചത്. 34.29 ശരാശരിയിൽ 188.98 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ 240 റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു. ഒരു 50യും ഇതിൽ ഉൾപ്പെടും. ഉയർന്ന സ്കോർ 94 റൺസുമാണ്. ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനും സൂപ്പർ താരവുമാവാൻ ശേഷിയുള്ള താരമാണ് ആയുഷ് മാത്രെ. നിലവിൽ അണ്ടർ തലത്തിൽ ദേശീയ ടീമിനെ നയിക്കുന്നതും ഈ വലങ്കയൻ ബാറ്റർ തന്നെയാണ്. അതിനാൽ മാത്രയെ ചെന്നൈ അടുത്ത സീസണിലും കൈവിടാൻ സാധ്യതയില്ല. പുതിയ കരാർ നൽകി താരത്തെ ടീമിലെ സ്ഥിരം സാന്നിധ്യമാക്കി മാറ്റുക എന്നതായിരിക്കും അവരുടെ ശ്രമം. മാത്രയെ പോലെ പകരക്കാരനായി എത്തിച്ച സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കെട്ട് ബാറ്റർ ഡെവാൾഡ് ബ്രെവിസ് അടുത്തിടെ CSKയുമായി പുതിയ കരാർ ഒപ്പുവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തങ്ങളുടെ ടീമിന്റെ ഭാഗമായിരുന്ന ചഹറിനെ നൽകിയാലും മാത്രയെ ചെന്നൈ വിട്ടുകൊടുക്കാനുള്ള സാധ്യത കുറവാണ്. പരിക്കുകൾ സ്ഥിരമായി വേട്ടയാടിയ കരിയറാണ് ചഹറിൻ്റെത്. ഒരുപാട് മത്സരങ്ങൾ അതുകാരണം അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മെഗാലയത്തിലാണ് ചഹറിനെ മുംബൈ വാങ്ങിയത്. 14 മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം 9.17 ശരാശരിയിൽ 11 വിക്കറ്റുകൾ നേടുകയും ചെയ്തിരുന്നു.